ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അനൂപുമായി സച്ചിയും അർച്ചനയും വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ആവണി. അച്ഛനെ കണ്ടപാടെ ഉറക്കെ അമ്മേ അച്ഛൻ വന്നു എന്ന് ആവണി പറയുന്നുണ്ട്. അതും വലിയ സന്തോഷത്തോടെ തന്നെ. അനൂപിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആവണി മോള്. അനൂപും ആവണിയെ കണ്ടപ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. കമലയും മീരയും അവിടേക്ക് വന്നു. ഇപ്പോഴാ ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് കമല പറയുന്നുണ്ട്. മോൾ എത്ര നേരമായി അച്ഛനെ കാത്തിരിക്കുകയാണെന്ന് അറിയോ, കയറി വാ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിക്കുകയാണ് കമല. അകത്തേക്ക് പോയത് മീര കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്തിനാ എടുത്തേ കരയുന്നത്? ഒരു കുഴപ്പമില്ലാതെ അനൂപേട്ടൻ തിരിച്ചു വന്നില്ലേ എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, ഏട്ടനെയും കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല ആരും. അനൂപിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മീര. കരയില്ലേ, ഞാനിങ്ങ് വന്നില്ലേ എന്ന് അനൂപ്. മതിമോളെ കരഞ്ഞത്. ഒരു കുഴപ്പമില്ലാതെ ഇവരെ നിന്റെ ഭർത്താവിനെ ഇങ്ങ് തിരിച്ചു കൊണ്ട് തന്നല്ലോ എന്ന് കമല പറയുമ്പോൾ അനൂപ് പറയുന്നു, എനിക്ക് വേണ്ടി അച്ചുവും സച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത് കേട്ട് മീര ദേഷ്യത്തോട് പറയുന്നു, എന്ത് കഷ്ടപ്പെട്ടു എന്നായി പറയുന്നത്? ഞാൻ എത്രയാ തീരെ നിന്നറിയോ? ഓരോ സമയത്തും മോള് അച്ഛൻ വരാത്തത് എന്താണെന്ന് പറയുമ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? അവളുടെ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഏതൊക്കെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അർച്ചനയുടെ അരികിലേക്ക് മീര വന്നിട്ട് പറയുന്നു, നീ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നെങ്കിൽ ഇതിന് മുന്നേ തന്നെ അനൂപേട്ടനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ സാധിച്ചേനെ. കമല മീരയോട് പറയുന്നു, എടി നീ എന്തൊക്കെയായി പറയുന്നത്? ഇവൾ മനഃപൂർവ്വം അനൂപിനെ ജാമ്യത്തിൽ ഇറക്കാതിരുന്നു എന്നാണോ നീ പറയുന്നത്? മീര പറയുന്നു, സത്യം അതല്ലേ? സച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ അനൂപേട്ടനെ ബലിയേടാക്കി. ഇത്രയും ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നതും പിന്നെ ആ ഗുണ്ടകളുടെ അടി വാങ്ങിയതും ഒക്കെ എല്ലാത്തിനും ഇവളാണ് കാരണക്കാരി. മീരെ, ദൈവദോഷം പറയരുത്. നീ ഇവരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പോലീസ് ലോക്കപ്പിൽ കിടന്നത് എന്റെ കുറ്റം കൊണ്ടാണ്, അല്ലാതെ ഇവര് ചെയ്തിട്ടല്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇവരെടുത്ത റിസ്ക് എത്രയാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ വേറെ ആരാണെങ്കിലും ഇതൊന്നും ചെയ്യില്ല. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാ ഇവരെന്നെ രക്ഷപ്പെടുത്തിയത്. സഹോദരി രക്ഷിക്കാൻ വേണ്ടി അനൂപേട്ടൻ കള്ളം പറയണ്ട. നെല്ലിശ്ശേരിയിലും ഇവിടെയുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അർച്ചന തന്നെയാണെന്ന് മീര. നീ എന്തിനാ മീര ഇവരെങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഇവരെന്ത് ചെയ്തിട്ടാ? ആ പെണ്ണ് മരിച്ചത് അനൂപിന്റെ വണ്ടി അടിച്ചിട്ടല്ലേ? അതിനെ ഇവരെ കുറ്റം പറയുന്നത് എന്തിനാ എന്ന് വീണ്ടും പറയുകയാണ് കമല. അമ്മേ വേണ്ട, മീരയെടുത്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടാണ് മീരയെടുത്തി ഇതൊക്കെ പറയുന്നത്. എനിക്കിത് മനസ്സിലാകും. ഇതിലൊന്നും എനിക്ക് വിഷമമില്ലെന്ന് അർച്ചന പറയുമ്പോൾ മീര പറയുന്നു, എന്റെ മാനസികാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല. സത്യം എന്താണെന്ന് എനിക്കും അറിയാം. നിനക്ക് എന്താടി അറിയേണ്ടത്? ഇവരെ രണ്ടുപേരെയും ഞാനാണ് പ്രസവിച്ചത്. എന്റെ മക്കൾ തമ്മിൽ പരസ്പരം ചതിക്കില്ല. ഇവനെയും കൊണ്ട് തിരിച്ചു വരുമെന്ന് അച്ചു പറഞ്ഞിട്ട് പോയത് നിന്നോടും കൂടിയല്ലേ? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇവളെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് എന്ന് കമല പറയുമ്പോൾ അനൂപ് പറയുന്നു, മറ്റാരെയും ഒന്നും ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധത്തിന് സച്ചി വരെ ആ ഗുണ്ടകളിൽ നിന്നും തല്ല് വാങ്ങി. എന്നെയും ധനുഷിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സച്ചിയെയും അവരെ പിടിച്ചുകെട്ടി കൊല്ലാൻ നോക്കി. നീ ഇവിടെ നിന്ന് കരഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷെ അച്ചു ചെയ്തത് അതല്ല. എനിക്ക് വേണ്ടി ഓടി നടന്നതും വക്കീലിനെ വിളിച്ച് ജാമ്യത്തിൽ ഇറക്കിയതും പിന്നെ എന്നെ ഇങ്ങനെ ജീവനോടെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതും അച്ചുവും സച്ചിയും നടത്തിയ പരിശ്രമം മാത്രമാണ്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരി. ഇനി ഇവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിന്നെന്ന് വരില്ല. കമല പറയുന്നു, കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ അച്ചു ഇത്രയെങ്കിലും ചെയ്തോ? സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ നീ എന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഇരുന്ന് കരയാനും നിലവിളിക്കാനും എല്ലാവരെയും കൊണ്ട് പറ്റും. ആ സമയത്ത് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നത് ഇവിടെ രണ്ടുപേരുമാണ്. അത് മറന്ന് മറ്റാരുടെങ്കിലും വാക്ക് കേട്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മീര പറയുന്നു, ഇപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ഒന്നായി. ഞാൻ ഇന്നലെ വന്ന് കയറിയവള്, അല്ലെങ്കിലും ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് മീര മുറിയിലേക്ക് പോകുന്നു. വേണ്ടമ്മേ, അവള് നിങ്ങളാരും പറഞ്ഞാൽ കേൾക്കില്ല. അവളോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നു. വേണ്ട ഏട്ടാ, ഇതിന് പേരിൽ ഏട്ടത്തിയോട് വഴക്കുണ്ടാക്കിയൊന്നും ചെയ്യണ്ട. ഏട്ടനെ കാണാതെ ഇവിടെ ഇരുന്ന് അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് എനിക്കറിയാം. സച്ചി പറയുന്നു, അവന്തികേടത്തിയുടെ വാക്ക് കേട്ടിട്ടാണ് മീരയെടുത്തി അർച്ചനയെ തെറ്റിദ്ധരിച്ചത്. ഇല്ലെങ്കിൽ മീരയെടുത്തി ഇങ്ങനെയൊന്നും പറയില്ല. സത്യം എന്താണെന്ന് എല്ലാവരേക്കാളും കൂടുതൽ അറിയാവുന്നത് അനൂപേട്ടനല്ലേ? അല്ലാതെ വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ മീരയെടുത്തിയെ മാത്രം സമാധാനിപ്പിച്ചാൽ മതി. പക്ഷേ നെല്ലിശ്ശേരിയിൽ ഞങ്ങൾക്കിനി ആരോടൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന് അറിയില്ല. എനിക്ക് ആരോടും ബോധിപ്പിക്കാനില്ല. അതിപ്പോ നെല്ലിശ്ശേരിയിലായാലും ഇവിടെ ആയാലും. സത്യം അനൂപേട്ടൻ അറിയാം. എനിക്കത് മതിയെന്ന് അർച്ചന പറയുന്നു. അനൂപേട്ട, ഇനി എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും മീരയെടുത്തിയോട് പറയരുത്. എല്ലാം സമാധാനമായി വരുമ്പോൾ മാത്രം സംഭവിച്ച കാര്യങ്ങളൊക്കെ മീരയെടുത്തിയോട് പറഞ്ഞാൽ മതിയെന്ന്. അതുവരെ ഒന്നും പറയാൻ പോകണ്ട. സത്യം മനസ്സിലാകുമ്പോൾ
താനെ അടങ്ങിക്കോളുമെന്നും പറയുന്നുണ്ട്. അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാൻ ആവണിയോട് പറയുന്നു. അങ്ങനെ ആവണിയും അനൂപും മുകളിലേക്ക് പോകുന്നു. അമ്മയോട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് സച്ചി പറയുന്നുണ്ട്. ഇപ്പോഴോ? അത് പറ്റില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ ചെന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാമെന്ന് കമല. ഒന്നും വേണ്ടമ്മേ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നെല്ലിശ്ശേരിയിൽ എത്തണമെന്ന് അർച്ചന. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി ധനുഷിനായിരിക്കും കിട്ടാൻ പോകുന്നത്. സത്യത്തിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അനൂപേട്ടനെ രക്ഷിക്കാൻ തയ്യാറായത് ധനുഷാണ്. ആ ഗുണ്ടകൾ ധനുഷിനെ ഒരുപാട് തല്ലി, പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ധനുഷ് ഞങ്ങളുടെ ഒപ്പം നിന്നു. അതിനേക്കാൾ വലിയൊരു വിചാരണ ധനുഷിനെ നെല്ലിശ്ശേരിയിൽ നേരിടേണ്ടി വരും എന്നും സച്ചി പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കഴിക്കാതെ നിങ്ങളെ ഞാൻ വിടില്ല എന്നൊക്കെ കമല. അങ്ങനെ ഭക്ഷണം എടുത്തു വെക്കാൻ പോവുകയാണ് കമല. സച്ചി അവിടെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. അർച്ചന കമലയോടൊപ്പം കിച്ചണിലേക്ക് പോയി. പിന്നീട് കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ ധനുഷ് നെല്ലിശ്ശേരിയിലേക്ക് വന്നു. സ്നേഹ ഇറങ്ങി വരുന്നുണ്ട് പുറത്തേക്ക്. ധനുഷിനെ നന്നായി അടികൊണ്ടിട്ടുണ്ട്. ധനുഷിനെ കണ്ടപാടെ ദേഷ്യത്തോടെ സ്നേഹ അകത്തേക്ക് പോകുന്നു. സ്നേഹയുടെ മുന്നിലേക്കൊന്ന് വന്നിട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്ന ധനുഷിനോട് ഒന്ന് നിന്നേന്ന് സ്നേഹ പറയുന്നുണ്ട്. എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിക്കുന്നു. ഈ പരിക്കുകൾ ധനുഷിനെ എങ്ങനെ പറ്റിയതാണെന്നും സ്നേഹ ചോദിക്കുന്നു. ആരാണ് ധനുഷിനെ ഉപദ്രവിച്ചത്? ആരുടെയോ കയ്യിൽ നിന്ന് തല്ലുവാങ്ങി വന്നതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു. സ്നേഹ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ടൂറ് പോയതല്ല. ഇത് കേട്ടുകൊണ്ട് അവന്തികയും അവിടെ എത്തി. അർച്ചനേടത്തിയുടെയും സച്ചിയേട്ടനോടൊപ്പം അനൂപേട്ടനെ രക്ഷിക്കാൻ പോയതാണെന്ന് ധനുഷ്. ഇത് കേട്ടപാടെ ധനുഷിന്റെ കരണ തടിച്ചിരിക്കുകയാണ് സ്നേഹ. ആ സമയം സേതുവും അവിടേക്ക് വന്നു. ഈ കാഴ്ച സേതുവും കാണുന്നുണ്ട്. ഇത് ധനുഷ് എന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങൾ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? എനിക്കിത് മനസ്സിലായി. വലിയൊരു പ്രശ്നം ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അനൂപേട്ടനെ രക്ഷിക്കാൻ പോയി പോലും അയാൾ നിങ്ങളുടെ ആരാ? ഇത് കേട്ട് അവന്തിക പറയുന്നു. സ്നേഹയെ അങ്ങനെയൊന്നും ചോദിക്കരുത്. വലിയ ഭീരകൃത്യം ചെയ്തിട്ടല്ലേ നിന്റെ ഭർത്താവ് വന്നിരിക്കുന്നത്? അതിനെ തല്ലുകയാണോ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? മതി, ഈ അവസ്ഥയിൽ ധനുഷിനെ ഇങ്ങനെ വിചാരണ ചെയ്യാൻ നിൽക്കണ്ട എന്ന് സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നു. അപ്പോ ഇന്നലെ രാത്രി ഒരു സംഘം ഗുണ്ടകൾ ഇവിടെ കയറി വന്ന് നമ്മളെ വിചാരണ ചെയ്തതോ? നിങ്ങൾ കാരണം ആ ഗുണ്ടകൾ ഇവിടെ കയറി വന്ന് എല്ലാവരെയും ഉപദ്രവിച്ചു. പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കി. അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം സ്നേഹ പറയുകയാണ്. അച്ഛനോട് ഇന്ന് വരെ ഒരാളും എതിർത്തൊരു വാക്ക് പോലും പറയാൻ ധൈര്യം പെട്ടിട്ടില്ല. അവന്തിക പറയുന്നു. പക്ഷെ ഒരു രാത്രി മുഴുവനും അച്ഛൻ ഈ വീട്ടിൽ തടങ്കലിലായിരുന്നു. അറിയുമോ നിനക്ക്? ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ഇവിടെയെന്ന് സ്നേഹ. അച്ഛാ, ഇവിടെ നടക്കുന്നതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ സച്ചിയേട്ടനും അർച്ചനയെടുത്തിയും അനൂപേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ തോന്നിയില്ല. അനൂപേട്ടനെ രക്ഷിക്കാൻ പോകരുതെന്ന് സ്നേഹ എന്നെ വിലക്കിയതാണ്. പോവില്ല എന്ന് ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്തിനാ പോയത്? അപ്പൊ പിന്നെ സ്നേഹയോട് വാക്ക് പറഞ്ഞിട്ട് തെറ്റിച്ചത് നീയല്ലേ എന്ന അവന്തിക. സ്നേഹ പറയുന്നു. എന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാൽ നഷ്ടം എനിക്കാണ്. എനിക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. അതിനെല്ലാത്തിനും കാരണം അർച്ചനയെടുത്തിയാണ്. അല്ലാതെ പിന്നെ ആര്? അച്ഛനെ ആ ഗുണ്ടകൾ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു. ഈ നെല്ലിശ്ശേരി വീടിന്റെ ചരിത്രത്തിൽ ഇതേവരെ ഒരു അപമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എനിക്കതിന്റെ ഷോക്കിൽ നിന്ന് മാറാൻ സാധിച്ചിട്ടില്ല. എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ മക്കളെ ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇന്നലെ അതും സംഭവിച്ചു. ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവരുടെ തോക്കിനു മുന്നിൽ അവരുടെ ജീവനു വേണ്ടി എനിക്ക് യാചിക്കേണ്ടി വന്നു. നീയും കൂടി ഇതിനെല്ലാം കാരണമാകുമെന്ന് ഞാൻ കരുതിയില്ല. സ്നേഹം പറയുന്നു. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞിട്ട് പോയത്? ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. വെറുതെ കള്ളസത്യം ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് അവന്തിക. എറുതിയിൽ എണ്ണ ഒഴിക്കരുത്. ഓരോന്ന് പറയുമ്പോൾ അത് ഓർക്കണമെന്ന് ധനുഷ് അവന്തികയോട് പറഞ്ഞു. ഇവിടെ സംഭവിച്ചതിന് ഞാനും കൂടി കാരണക്കാരായതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഈ വീട്ടിലുള്ള എല്ലാവരും എന്റെ ബന്ധുക്കളാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു ആപത്ത് വന്നാലും എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയായാലും ഞാനത് തടയാൻ നോക്കും. ഈ കുടുംബത്തിലുള്ളവർക്ക് നേരെ കൊലവിളി വരുന്നത് ആരായാലും അവരെ എതിർക്കാൻ ഏറ്റവും മുന്നിൽ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് അവന്തികയെ നോക്കിയാണ് ധനുഷ് പറയുന്നത്. സ്നേഹയുടെ കള്ളം പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അനൂപേട്ടനെ രക്ഷിക്കാൻ പോകുന്ന സച്ചിയേട്ടന് ആപത്താവുമെന്നറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറി കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഞാൻ പോയി സച്ചിയേട്ടനോടും അർച്ചനയെടുത്തിയോടും ഒപ്പം നിന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. അതിനാണ് സ്നേഹ ഇപ്പോൾ എന്നെ വിചാരണ ചെയ്യുന്നത്. എനിക്കൊരു ജീവിതം തന്നതും ഈ വീടാണ്. അത് ഞാൻ മറക്കില്ല. സ്നേഹ പറയുന്നു. സച്ചിയേട്ടന് ഒരു അപകടം പറ്റിയാൽ നിങ്ങൾ പോയി രക്ഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാ പോയത്? അനൂപേട്ടൻ നിങ്ങളുടെ ആരാ? ബന്ധുവാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഒരാളെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇവിടെയുള്ളവരെയും വൃന്ദാവനത്തിലുള്ളവരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സച്ചിയേട്ടന്റെ ബന്ധുക്കൾ എന്റെയും ബന്ധുക്കളാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നു. എന്നാൽ ഇനി അങ്ങനെ കാണണ്ട. വല്ലവർക്കും പോയി തല്ലുകൊള്ളാൻ നിങ്ങൾ ആരാ? അവരുടെ ഗുണ്ടയോ? എന്നോടും ഈ വീട്ടിനോടും അല്ലാതെ മറ്റാരോടും നിങ്ങൾക്ക് ഒരു കടപ്പാടിന്റെയും ആവശ്യമില്ല. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് നിങ്ങൾ സത്യം ചെയ്യണം.
സ്നേഹേ, നിന്റെയും അച്ഛന്റെയും മുന്നിൽ തോൽക്കാനും ക്ഷമ പറയാനും എനിക്ക് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞ് സ്നേഹയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് ധനുഷ്. ഇനി ഒരിക്കലും നിന്നോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇനി നിന്നോട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എന്തും ചെയ്യൂ. സ്നേഹ ഇപ്പോൾ കുറച്ചങ്ങ് അടങ്ങി. എന്നിട്ട് ധനുഷിന്റെ കൈ പിടിച്ച് പറയുന്നു, ധനുഷിന് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. എനിക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ. എന്നോട് കള്ളം പറഞ്ഞതിന്റെ ദേഷ്യവും സങ്കടവും സഹിക്കാനാകാതെ ഞാൻ തല്ലിപ്പോയതാണ്. സോറി. അത് സാരമില്ലെന്ന് ധനുഷ്. എനിക്കൊരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു. അതിപ്പോൾ ശരിയായെന്ന് ധനുഷ്. അച്ഛാ, മധുവിനെ പോലെയുള്ള ഗുണ്ടകൾ നേരിട്ട് മാത്രമേ ആക്രമിക്കൂ. പക്ഷെ ഒപ്പം നിന്ന് ചതിക്കുന്നവരെ അവസാനം വരെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. ഒപ്പം നിന്ന് ചതിച്ചത് ഇപ്പോൾ ധനുഷാണ്. അതിപ്പോൾ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. സ്നേഹയുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് ധനുഷിന് ഇപ്പോൾ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ സാധിച്ചത്. അതുകൊണ്ട് ഒപ്പം നിന്ന് ചതിച്ചതിനെ കുറിച്ച് അധികം പറയാത്തതായിരിക്കും നല്ലത് എന്ന് അവന്തിക പറയുന്നു. സംഭവിച്ചതിനൊക്കെ ധനുഷ് ക്ഷമ ചോദിച്ചല്ലോ, ഇനി അവനെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ അകത്തേക്ക് ചെല്ലും എന്ന് സേതു പറയുമ്പോൾ ധനുഷ് പറയുന്നു, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ആരുടെയും ജീവിതമോ രക്ഷിച്ചിട്ടില്ല. സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് അനുപേട്ടനെ രക്ഷിച്ചത് അർച്ചനയെടുത്തെയാണ്. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ധനുഷ് അവരോടൊക്കെ. ഞാൻ ആരുടെയും ഭാഗം പറഞ്ഞതല്ല, എല്ലാവരെയും കീറി മുറിച്ച് വിചാരണ ചെയ്യുന്നതിനിടയിൽ മറന്നു പോകാതിരിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ധനുഷ് മുറിയിലേക്ക് പോകുന്നു. പിറകെ സ്നേഹയും പോകുന്നുണ്ട്. അവന്തിക സേതുവിനോട് പറയുന്നു, കണ്ടില്ലേ അച്ഛാ, അർച്ചന കാരണം സ്നേഹയുടെ ജീവിതവും ഇപ്പോൾ താറുമാറായി. വരുന്നതൊക്കെ നേരിടുകയും അനുഭവിക്കുകയും ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാനായെന്ന് സേതുവും. എന്നിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് സേതു. ധനുഷിനെ സൂക്ഷിക്കണം, അവന്റെ ഉള്ളിൽ എന്നോട് അടങ്ങാത്ത പകയുണ്ട്. അവസരം കിട്ടിയാൽ അവൻ എനിക്കെതിരെ തിരിയും. അവനെ അതിന് തടഞ്ഞേ പറ്റൂ. വരട്ടെ, ഏതുവരെ പോകുമെന്ന് നോക്കാം. ശേഷം മീരയെ കാണിക്കുന്നുണ്ട്. മീരയുടെ മുന്നിലേക്ക് അനൂപും ആവണിയും എത്തി. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛൻ ഇനി എങ്ങോട്ടും പോകരുതെന്ന് ആവണി. ഇല്ല, അച്ഛൻ ഇനി എങ്ങോട്ടും പോകില്ല, പേടിക്കണ്ട എന്നൊക്കെ ആവണിയോട് അനൂപ് പറയുന്നു. മോള് പോയി അച്ഛനെ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാനായി പറയുന്നു. അങ്ങനെ ആവണി അങ്ങോട്ട് പോകുന്നുണ്ട്. നീ അവരോട് പെരുമാറിയ രീതി തീരെ ശരിയായില്ല. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവരെന്നെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കറിയോ, അവരില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോലും എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും കേട്ടിട്ട് ഒരു പുച്ഛത്തോടെയാണ് മീര ഇരിക്കുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.